ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾസ് ഓഫ് ടെക് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചാറ്റ് റൂമിൽ അഡ്മിൻ നമ്മളെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ചാറ്റ് റൂമിലേക്ക് നമുക്ക് എങ്ങനെ വീണ്ടും കയറാമെന്നാണ് നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഷെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് ഷെയർ ചാറ്റ് റൂമിൽ അഡ്മിൻ നമ്മളെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ സാധിക്കത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ബ്ലോക്കായ ചാറ്റ് റൂമിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഷെയറിൻ്റെ ആപ്ലിക്കേഷനിൽ കയറാം. ആപ്ലിക്കേഷനിൽ കയറുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമുക്കത് ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ ബ്ലോക്ക് അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാനെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് കയറുകയാണ്. ഇവിടെ നമ്മുടെ അഡ്മിൻ ഐ ഡിയും അതുപോലെ തന്നെ രണ്ടാമത്തെ അക്കൗണ്ടും എൻ്റെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ലൈവായിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ഗ്രൂപ്പിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അഡ്മിൻ ഐ ഡി വെച്ച് നമ്മളാണെങ്കിൽ ആഡാക്കുകയാണ്. ഇതുപോലെ തന്നെ അഡ്മിൻ ഐ ഡിയും അതുപോലെ തന്നെ രണ്ടാമത്തെ അക്കൗണ്ടും കിടക്കുന്ന ആപ്ലിക്കേഷൻ മനസ്സിലാവണമെങ്കിൽ മുകളിൽ അഡ്മിൻ ഐ ഡിയുടെ അകത്താണെങ്കിൽ ഒരു ചെറിയൊരു ഡോട്ട് പോലൊരു സംഭവമുണ്ട്. രണ്ടാമത്തെ അക്കൗണ്ടിൽ ആ ഒരു ഡോട്ട് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നല്ലതായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വെച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിൻ ഐ ഡി വെച്ച് ആഡാക്കി. അതിനുശേഷം നമുക്ക് 3 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് നിങ്ങൾ ചാറ്റ് റൂമിൽ കയറിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു ഹായ് എന്ന് പറഞ്ഞൊരു ഇത് ഇടുക. ഒരു 2-3 കമൻറ്റ് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇടുക. അതെന്തിനാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം അവസാനം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ഇടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കമൻറ്റ് ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ബാക്ക് ആവണം. ബാക്ക് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആകാൻ പാടില്ല, മിനിമൈസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഒരു കാരണവശാലും എക്സിറ്റ് ആകാൻ പാടില്ല. ഫസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുക. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ബാക്ക് മിനിമൈസ് ചെയ്ത് ഗ്രൂപ്പിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങുക. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കുക. ആ ഒരു സ്ഥലം എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. നമ്മുടെ അതിന് ക്ലോൺ ആയതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കയറിയിട്ടുള്ള എല്ലാ ചാറ്റ് റൂമും ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വരാൻ സാധ്യത കുറവാണ്. ചിലപ്പം വരും, ചിലപ്പം വരത്തില്ല. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാറ്റ് റൂമിൽ കയറുമ്പോൾ കമൻറ്റ് ഇടുന്നു. അതിനുശേഷം ജോയിൻ ലിസ്റ്റ് വന്നോ ചെക്ക് ചെയ്യുന്നു. നമ്മൾ വേറെ ഏതോ ഗ്രൂപ്പിൽ കയറിപ്പോയി ജസ്റ്റ് ബാക്ക് അടിച്ചിറങ്ങട്ടെ. വീണ്ടും നമ്മൾ പഴയ ഗ്രൂപ്പിൽ തന്നെ പോയിട്ടൊന്ന് റിക്വസ്റ്റ് കൊടുത്ത് കയറാം. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കമൻറ്റ് ഇടുക. അതിനുശേഷം ജോയിൻ ലിസ്റ്റ് വന്നോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ 2 പരിപാടി ചെയ്തതിന് ശേഷം മൂന്നാമത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റ് റൂമിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും IBയിൽ നിങ്ങളാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കൈ വേണം. അപ്പോൾ ഞാനെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അതിൽ ഒന്നെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും IBയിൽ സെൻഡ് ചെയ്യാം. ഞാൻ തൽക്കാലം IBയിൽ ആണ് സെൻഡ് ആക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ലിങ്ക് സെൻഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ആക്കുക. അപ്പം ബാക്ക് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ജോയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയി കിടക്കുക. ഒരു കാരണവശാലും ബ്ലോക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഒരു കാരണവശാലും ലോഡാകാൻ പാടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം അഡ്മിൻ ഐ ഡി വെച്ച് നിലാവ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഞാനെങ്കിൽ ബ്ലോക്ക് ആക്കുകയാണ്. ഓക്കെ, ഐ ഡി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് നമ്മളിവിടെ ജോയിൻ ലിസ്റ്റിൻ്റെ അവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ലിസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ആ ഒരു ഗ്രൂപ്പ് നമ്മുടെ ജോയിൻ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഡിലീറ്റ് ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് റൂമിൽ നിന്ന് നമ്മുടെ ബ്ലോക്ക് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലോക്കാണ് മാറി കാണിച്ചിരുന്നത്. ഡിലീറ്റ് ആക്കുന്ന സമയത്ത് ബ്ലോക്ക് ആ ചാറ്റ് റൂമിൽ നിന്ന് മാറുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ കോപ്പി വെച്ചിരിക്കുന്ന ലിങ്കിൻ്റെ അകത്തോടെ കയറി വീണ്ടും ആ ഒരു ചാറ്റ് റൂമിലേക്ക് പോകാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ IBയിൽ അയച്ചിട്ട് ആ ലിങ്കിൽ കയറുന്ന സമയത്ത് നമ്മുടെ ബ്ലോക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചാറ്റ് റൂമിൽ കയറിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഹറാമ്പറപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. വീണ്ടും ബ്ലോക്ക് ആക്കാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു വട്ടമേ ഈ ഒരു പരിപാടി നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ജോയിൻ ലിസ്റ്റിൽ നിന്ന് നമ്മളാണെങ്കിൽ ആ ഒരു ചാറ്റ് റൂം ഡിലീറ്റ് ആക്കിയിട്ട് ബ്ലോക്ക് മാറി കയറിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അയാൾ ഇനി എത്ര കമൻറ്റ് ഇട്ടാലും ജോയിൻ ലിസ്റ്റിൽ ആ ലിസ്റ്റ് കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ 24 hours കഴിയാതെ പിന്നെ നമുക്ക് അടുത്ത ലിസ്റ്റിൽ കാണിക്കത്തില്ല. നിങ്ങളിപ്പം ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 24 hours കഴിയുമ്പോൾ വീണ്ടും അയക്കുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ വരും. അല്ലാതെ പെട്ടെന്ന് ജോയിൻ ലിസ്റ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാമത് ആരെങ്കിലും ഈ ഒരു പരിപാടി ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ബ്ലോക്ക് അടിച്ചു അയക്ക് പിന്നെ ആ ഗ്രൂപ്പിലേക്ക് വരാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കുറേ
കുറേ കമൻറ്റ് ഇട്ടു ജോയിൻ ലിസ്റ്റിൽ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടില്ല. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ചുമ്മാ രസത്തിനൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോക്ക് ആയതിനു ശേഷം ഒരു കാരണവശാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഡ് ചെയ്യാൻ പാടില്ല. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ ലിസ്റ്റിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പ് മാറിപ്പോവും. അവിടെയാണ് ഈ ജോയിൻ ലിസ്റ്റ് കാണിക്കത്തില്ല. ആ ജോയിൻ ലിസ്റ്റ് വന്ന് ആ ജോയിൻ ലിസ്റ്റ് ഡിലീറ്റ് ആക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ വീണ്ടും ആ ഒരു ബ്ലോക്കിൽ തന്നെ അവിടെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളാണെങ്കിൽ ബാക്ക് അടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ട് ലോഡാൻ പാടില്ല. ലോഡായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബ്ലോക്കിൽ തന്നെ പോയി കിടക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.